മെഡിക്കൽ കോളേജിലെ കൊലകൊല്ലികൾ ഡോക്ടർ ഹാരിസിനെ ചൊറിയുവാൻ കാരണം ഇതാണ്. അമർ അക്ബർ അന്തോണി എന്ന സിനിമയിൽ രമേശ് പിഷാരടിയുടെ ഒരു ക്യാരക്ടറുണ്ട്, നല്ലവൻ. ഈ നല്ലവനെ കൊണ്ട് നാട്ടിലുള്ള അലവലാദികൾക്ക് മനസ്സമാധാനമായി ഒന്ന് അലമ്പുവാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് നല്ലവനായ ഡോക്ടർ ഹാരിസിനെ കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വധൂരികൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണത്രേ നിലവിലെ അവസ്ഥ. മെഡിക്കൽ കോളേജിലെ ഒരു ലക്ഷണമൊത്ത HOD എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിൽ വരിക, വന്നാൽ ജൂനിയേഴ്സിന് കേസുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ട് മുങ്ങുക, കാര്യമായി വല്ലതും തടയുന്ന കേസുകൾ മാത്രം കാണുക, തനിക്ക് കട്ട്സ് കിട്ടുന്ന കമ്പനികളുടെ മരുന്നുകളും സർജിക്കൽ സാധനങ്ങളും മാത്രം പ്രൊമോട്ട് ചെയ്യുക, അല്പം സാമ്പത്തിക സ്ഥിതിയുള്ള രോഗികളാണെങ്കിൽ തനിക്ക് കൃത്യമായി കട്ട്സ് ക്യാഷായി വീട്ടിലെത്തിക്കുന്ന PROമാരുള്ള ആശുപത്രിയിലേക്ക് കേസ് റെഫർ ചെയ്യുക, ടൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിൽ രഹസ്യമായി പോയി കേസ് ചെയ്ത് തിരിച്ചു വരിക, സ്കാനിംഗ് ഉപകരണങ്ങൾ പരമാവധി കേടാക്കി പരമാവധി രോഗികളെ അടുത്തുള്ള സ്കാനിംഗ് സെൻ്ററുകളിലേക്ക് അയക്കുക, അതിൻ്റെ കട്ട്സ് മേടിക്കുക, അടുത്തുള്ള വിശ്വസ്തരായ നല്ല ആശുപത്രി മുതലാളിമാരുടെ തിയേറ്റർ വാടകയ്ക്കെടുത്ത് വിശ്വസ്തരായ രോഗികളെ കൊണ്ട് അവിടെ കേസ് ചെയ്യുക, ഇൻസെൻറ്റീവ് കൊടുക്കുന്ന മരുന്ന് കമ്പനികളുടെ മാത്രം മരുന്നുകൾ പരമാവധി എഴുതി കൊടുത്ത് അത് രോഗികളെ കൊണ്ട് തീറ്റിച്ച് പരമാവധി സെയിൽ മരുന്ന് കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്ത് ഫോറിൻ ട്രിപ്പ് കുടുംബസമേതം ഉറപ്പാക്കുക. മാത്രമല്ല വീട്ടിൽ പ്രാക്ടീസും, വീട്ടിൽ ചെന്ന് കണ്ട് കാര്യമായി കാണാത്ത ആരുടെയും സർജറി HOD ചെയ്യില്ല. കൈതെളിയുവാനുള്ള പിള്ളേരെ ആ കേസ് ഏൽപ്പിക്കും. തട്ടിപ്പോയാൽ അത് രോഗിയുടെ വിധി, ആരും ചോദിക്കാൻ വരില്ല. സ്ഥിതി ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഒരു ഡോക്ടർ ഹാരിസ്, ഒരു നല്ലവൻ, തിരുവനന്തപുരം യൂണിറ്റിൽ 5 പൈസ കട്ട്സോ കൈക്കൂലിയോ കമ്മീഷനോ വാങ്ങാതെ മാടുപോലെ പണിയെടുക്കുന്നത്. പരമാവധി രോഗികളെയും കാണുന്നു, ആവശ്യം പോലെ സർജറികളും ചെയ്തു കൂട്ടുന്നു. അതും പോരാഞ്ഞ് അതും 5 നയ പൈസ വാങ്ങാതെ, ഉപകരണമില്ലെങ്കിൽ ഉപകരണം വേണമെന്ന് വാശി പിടിക്കുക, ഉപകരണങ്ങൾ കേടായാൽ പെട്ടെന്ന് നന്നാക്കുക, ഉപകരണമില്ലെങ്കിൽ വേണമെന്ന് പറയുക, കിട്ടിയില്ലെങ്കിൽ പരാതി പറയുക. ഈ നല്ലവനെ കൊണ്ട് അവർ ശരിക്കും തോറ്റു. തീവട്ടികൾക്ക് ഇതൊക്കെ കണ്ടാൽ സഹിക്കുമോ? യാതൊരു ഉളുപ്പുമില്ലാതെ പോളിട്രോമ കേസുകൾ അടുത്തുള്ള കോർപ്പറേറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്ത് ദിവസവും 10,000ങ്ങൾ കട്ട്സായി സമ്പാദിക്കുന്നവർ, തീവട്ടികൾക്ക് സഹിക്കുമോ? യാതൊരു ഉളുപ്പുമില്ലാതെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന പോളിട്രോമ കേസുകൾ അടുത്തുള്ള കോർപ്പറേറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്ത് ദിവസവും 10,000ങ്ങൾ സമ്പാദിക്കുന്നവർ ഇവിടെയുണ്ട്. ബ്രെയിൻ ഡെത്താകുന്ന മൃതശരീരങ്ങൾ വെച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവർ ഉണ്ട്. ആംബുലൻസുകാരുടെ കയ്യിൽ നിന്ന് പോലും കമ്മീഷൻ വാങ്ങുന്നവരുണ്ട്. കാത്തലാബ് കേടാക്കി അത്യാസന്ന നിലയിലെത്തുന്ന ഹൃദ്രോഗികൾ മരിച്ചു പോകേണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകൂ എന്നും പറഞ്ഞ് കേസ് റെഫർ ചെയ്ത് കട്ട്സ് കൈപ്പറ്റുന്നവർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം IMAയുടെ ഒരു നേതാവായ കുള്ളൻ ശ്രീകുമാർ എന്നറിയപ്പെടുന്ന ഒരു ഡോക്ടർ ഭാര്യയുടെ പേരിൽ ഒരു വലിയ ആശുപത്രി ആരംഭിച്ച് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇദ്ദേഹത്തിൻ്റെ തിയേറ്റർ വാടകയ്ക്കെടുത്ത് സർജറികൾ ഇവിടെ നടത്തുന്നു. രോഗികളെ അടിച്ചുകൊണ്ട് ഇവിടേക്ക് പോകുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും മുങ്ങി സ്വകാര്യ ആശുപത്രികളിൽ പോയി കട്ട് സർജറികൾ ചെയ്ത പിടിക്കപ്പെട്ട ഡോക്ടർ ജയൻ സ്റ്റീഫൻ എന്നൊരു ജനറൽ സർജറിയിലെ ഒരു തീവട്ടിയെ സസ്പെൻഡ് ചെയ്തിട്ടും വീണ്ടും തിരികെ എടുത്തു. ഇവന്മാരെ പൊക്കാമെങ്കിൽ തെളിവുകൾ ഞങ്ങൾ ആവശ്യം പോലെ നൽകാം. ഇതൊന്നും നിയന്ത്രിക്കുവാനോ നിർത്തലാക്കാനോ യാതൊരു സംവിധാനവുമില്ലാത്ത ആരോഗ്യവകുപ്പും സർക്കാരുമാണ് ഡോക്ടർ ഹരിദാസിനെ ക്രൂശിക്കണം എന്നിവിടെ മുറവിളിക്കുന്നത്. ഇന്നലെ പത്രസമ്മേളനം നടത്തിയ 2 വധൂരികളെ കണ്ട് കേരളം ഞെട്ടിപ്പോയി. ഈ 2 തീവട്ടികളാണോ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ എന്നോർത്തവർ അമ്പരന്നു. അപ്പോൾ തന്നെ നമുക്ക് ഈ സ്ഥാപനങ്ങളുടെ ഒരു നിലവാരം മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവയൊന്നും മെഡിക്കൽ കോളേജുകളല്ല, വെറും മെഡിക്കൽ കോളേജാണെന്ന് ഞങ്ങൾ പറയുന്നത്. ഡോക്ടർ ഹാരിസിന് എല്ലാ പിന്തുണയും ഞങ്ങൾ നേരുന്നു. അതുപോലെ നാണം കെട്ടുന്നാറിയ ആരോഗ്യവകുപ്പും സർക്കാരും ഉടായ്പകൾ എത്രയും വേഗം അവസാനിപ്പിച്ച് ഡോക്ടർ ഹാരിസിനോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന് എത്രയും വേഗം സർവീസിൽ തിരികെ എത്തുവാൻ വേണ്ട അവസരം ചെയ്തു കൊടുക്കുക. നീയൊക്കെ എന്ത് തരികട വേണമെങ്കിലും കാണിച്ചോളൂ, പക്ഷേ ഡോക്ടർ ഹാരിസിനെ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നിന്റെയൊക്കെ ഓഫീസിൽ ജനങ്ങൾ താമസിക്കാതെ കയറും. ജാഗ്രത. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.